ഹലോ പീസ് upon you. നിങ്ങൾ ഹാപ്പി അല്ലേ? ഞാൻ ഹാപ്പിയാണ് കേട്ടോ. എന്നെ പരിചയപ്പെടുത്താം. പേര് നസ്രീൻ, 4th ഇയർ നഴ്സിംഗ് സ്റ്റുഡൻ്റ് ആണ്. ഇപ്പം ഞാനുള്ളത് കർണാടകയിലാണ്. ഇന്നത്തെ വീഡിയോ വേറെ ഒന്നുമല്ല, ബാക്ക് പാക്കിംഗ് വീഡിയോ ആണ്. അതിൻ്റെ മുന്നേ ഞാൻ ഹോസ്റ്റലിൽ എൻ്റെ ഒരു ചെറിയ സ്പേസ് കാണിച്ചു തരാം. ഡോറ് തുറന്ന് ഫസ്റ്റ് തന്നെയാണ് എൻ്റെ ബെഡ്. ഒരു റൂമിൽ ടോട്ടൽ 10 പേരാണുള്ളത്. അപ്പോൾ പ്രത്യേകിച്ച് സ്ഥലമോ കാര്യങ്ങളോ ഒന്നുമില്ല സാധനങ്ങൾ വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഉള്ളത് ബെഡിൻ്റെ അടിയിൽ ഒരു കുറച്ച് സ്പേസ് ഉണ്ട്. ആ സ്പേസിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ സാധനങ്ങൾ വെക്കണം. പിന്നെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഐറ്റംസ് ഇല്ലേ, സ്കിൻ കെയർ ഐറ്റംസും അതുപോലെ നമുക്ക് പെട്ടെന്ന് എടുക്കേണ്ട സാധനങ്ങളൊക്കെ ഞാൻ എൻ്റെ ബെഡിൻ്റെ സൈഡിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. അവിടെ കുറച്ചൊരു സ്പേസ് ഉണ്ട്, അപ്പോൾ അവിടെ വെച്ചിട്ടുണ്ടായി ഒരു ബോക്സിലാക്കിയിട്ട്. പിന്നെ നമ്മൾ ബെഡിൽ നിന്ന് കാലെടുത്ത് വെക്കുന്ന ആ ഒരു കുറച്ച് സ്പേസ് ഇല്ലേ, അവിടെ എന്നും ഡെയിലി ക്ലീൻ ചെയ്യും. എന്നിട്ട് അവിടെ നിന്നിട്ടാണ് നിസ്കരിക്കുക. ഹോസ്റ്റലിനെ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ പറയില്ലേ ഹോം ലൈക്ക് ഹെവൻ, ബട്ട് ഹോസ്റ്റൽ ലൈക്ക് പ്രിസൺ. അതാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഇവിടെ നിന്നിട്ട്. ഞാനിവിടെ നിന്ന് സമാധാനം കണ്ടെത്തുന്ന രീതികളാണ് ഇതൊക്കെ. ഇങ്ങനെ കുറേ കോഡ്സ് എഴുതിയിട്ട് അതിങ്ങനെ വായിക്കും ഡെയിലി രാവിലെ എണീക്കുമ്പോൾ. അത് ഭയങ്കര എന്തോ ഒരു റീഫ്രഷ്മെൻറ്റ് പോലെ ഫീൽ ചെയ്യും. എന്തോ നമ്മൾക്ക് ഭയങ്കര പ്രൊട്ടക്ഷൻ നമ്മൾക്കുള്ള പോലെയൊക്കെ ഫീൽ ചെയ്യും. അപ്പോൾ ഇങ്ങനെ എഴുതിയിട്ട് അത് ഡെയിലി ഞാനിങ്ങനെ ഓരോന്നും രാവിലെ എണീക്കുമ്പോൾ തന്നെ അതിങ്ങനെ എടുത്ത് വായിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീൽ തന്നെയാണ്. എല്ലാത്തിനെ പറ്റിയിട്ട് നമുക്കൊരു അറിവ് വേണമല്ലോ. അപ്പോൾ അറിയാത്ത ദുആകൾ കാണുമ്പോൾ ഞാൻ സെപ്പറേറ്റ് ഒരു നോട്ടിൽ ഇങ്ങനെ എഴുതി വെക്കും. എന്നിട്ട് നിസ്കാര ശേഷം ഞാനത് ഡെയിലി ഇങ്ങനെ നമ്മൾ ദുആ ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ മൈൻഡിൽ വരും. പിന്നെ നമ്മളത് പഠിച്ചെടുത്തിട്ടുണ്ടാവും. പിന്നെ അതിൽ നോക്കി വായിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഒരു സെപ്പറേറ്റ് നോട്ടിൽ ഇങ്ങനെ കുറേ ദുആകൾ ഇങ്ങനെ എഴുതി വെക്കും. ഇനി നമുക്ക് ബാഗ് പാക്ക് ചെയ്യാം. കുറേ സാധനങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി വെക്കാനുണ്ട്. ഈ വെക്കേഷന് 3rd ഇയർ എക്സാം കഴിഞ്ഞതിൻ്റെ ആണ്. ഇനി നെക്സ്റ്റ് ഉണ്ടാവുന്നത് ഓണത്തിനേക്കായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ പോകുമ്പോൾ കുറച്ച് സാധനങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി വെക്കണം. ഇനി നെക്സ്റ്റ് നമുക്കൊരു വെക്കേഷൻ അവർ തരുമ്പോൾ കംപ്ലീറ്റ് ഐറ്റംസും നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി വെക്കണം. പിന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്നത് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് മാത്രമാവും. അപ്പോൾ നമുക്ക് കുറച്ച് വീട്ടിൽ നിൽക്കാനൊക്കെയാണ് തോന്നുന്നത്. അള്ളാഹ് പ്ലാനിങ് ഡെയിലി നടക്കുന്നുണ്ടെന്ന് പറഞ്ഞ പോലെ എൻ്റെ പാക്കിങ്ങും ഡെയിലി നടക്കുന്നുണ്ട്. കാരണം വേറൊന്നുമല്ല, വീട്ടിൽ പോകാൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. ഒന്നാമത്തേന്ന് പറയുമ്പോൾ ഫുഡ്. എല്ലാവർക്കും അറിയുണ്ടാവില്ല, നമ്മൾ ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ എന്തോരാണ് ഇവിടുത്തെ ഫുഡിൻ്റെ ടേസ്റ്റ് എന്ന് ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്ക് അറിയുണ്ടാവും. രാവിലെ ചോറ്, ഉച്ചയ്ക്ക് ചോറ്, രാത്രി ചോറ് തിന്നും മടുത്ത് കേസ്. സത്യം പറയാലോ, എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഒന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നുള്ള മെൻറ്റാലിറ്റി ആയിരിക്കുന്നു ഇപ്പോൾ. എല്ലാ ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്കും ഇങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ? ഇല്ലെങ്കിലും അങ്ങനെ തന്നെ ആണെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. അങ്ങനെയെങ്കിലും ഒന്ന് സമാധാനിക്കാമല്ലോ. പിന്നെ ഇതാ ഈ ഒരു ബോക്സ് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്തോരം സാധനങ്ങളാണ് ഇതിൽ നിന്ന്. പക്ഷേ ഒരു ഐറ്റം തന്നെ കുറേ ഉണ്ടായത് കാരണം അതിൽ കുറേ ആയിട്ട് തോന്നിക്കുന്നതാണ്. പിന്നെ എനിക്ക് പെർഫ്യൂംസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിൽ കുറച്ച് അധികം പെർഫ്യൂംസ് ഉണ്ടാവും. പിന്നെ അതിൽ കൂടുതലും എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. സ്കിൻ കെയർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഈ ഒരു 3 പ്രൊഡക്ട്സ് മാത്രമാണ്. ലിപ് ബാമും പിന്നെ മോയ്സ്ചറൈസറും പിന്നെ സൺസ്ക്രീമും മാത്രമാണ്. പിന്നെ ഇത് ബോഡി ലോഷനാണ്. ഈ ഒരു 4 പ്രൊഡക്ട്സ് മാത്രമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ലിപ് ബാമിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്. ഞാൻ ലിപ് ബാം ഫസ്റ്റ് യൂസ് ചെയ്തിട്ടുണ്ടായത് ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ടാണ്. ബട്ട് അതിൽ ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല, നല്ല ഉണ്ടായിരുന്നില്ല യൂസ് ചെയ്തപ്പോൾ. പിന്നെ ഞാൻ യൂസ് ചെയ്തത് ഷുഗറിൻ്റെ ലിപ് ബാമാണ്. അത് അടിപൊളിയായിരുന്നു. ഞാൻ 1 മന്ത് പോലും എനിക്കത് തികഞ്ഞില്ല. ബട്ട് നല്ല എഫക്റ്റീവായി എനിക്കത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ബട്ട് 2 ഡേയ്സ് മുന്നേ അത് മിസ്സായി പോയി. അങ്ങനെ ഞാൻ ചെറിയ ഐറ്റംസൊക്കെ ഈ ബാഗിലാക്കി വെച്ച് പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് നമ്മൾ ട്രോളിയിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ സാധനങ്ങൾ, അത് ഫുള്ള് നിറഞ്ഞിരിക്കുക. അപ്പോൾ അതിലാവില്ല എന്ന് മനസ്സിലായപ്പോൾ ഞാൻ വേറൊരു ബാഗ് എടുത്തിട്ട് അതിൽ ഫില്ല് ചെയ്ത് അതിലുണ്ടായിരുന്ന എല്ലാ ഐറ്റംസും അതിലാക്കി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഐ ഹോപ്പ് യു ആർ ലൈക്ക് ദിസ് വീഡിയോ. പ്ലീസ് സപ്പോർട്ട് ആൻഡ് സബ്സ്ക്രൈബ്.